ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്ലോക് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ വളരെ ആകാംക്ഷഭരിതമായ 366 എപ്പിസോഡ് വിശേഷങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓരോ രംഗങ്ങളും ഒട്ടും വിട്ടുപോകാതെ തന്നെ നമുക്ക് വിശദമായി നോക്കാം. എപ്പിസോഡ് ആരംഭിക്കുന്നത് ജ്യോതിയുടെയും സിദ്ധാർത്ഥിന്റെ അനിയത്തിയുടെയും ദൃശ്യങ്ങളോടെയാണ്. ചെറുക്കന്റെ വീട്ടുകാർ വരാനിരിക്കുന്നതിനാൽ അനിയത്തിയെ വേഗം ഒരുക്കിയെടുക്കാനുള്ള തിരക്കിലാണ് ജ്യോതി. നീ എന്താണ് ഇങ്ങനെ ഒരുങ്ങാതെ ഇരിക്കുന്നത്? നമുക്ക് പോയി ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറായി വരാമെന്ന് പറഞ്ഞ് ജ്യോതി അവളെ നിർബന്ധിച്ചു കൂടെ കൂട്ടുന്നു. എന്നാൽ അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അമ്മ അവിടേക്ക് വരുന്നത്. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചോദിക്കുന്ന അമ്മയോട് ഇവൾ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് ഒരിടത്ത് ചുരുണ്ടുകൂടിയിരിക്കുകയല്ലേ, അതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് ജ്യോതി മറുപടി നൽകുന്നു. എന്നാൽ തന്റെ മകൾക്ക് അമിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ആവശ്യമില്ലെന്നും അവൾ ഇപ്പോൾ തന്നെ സുന്ദരിയാണെന്നും പറഞ്ഞ് അമ്മ അത് തടയുന്നു. ജ്യോതിയുടെ കൂടെ പോകുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഈ എതിർപ്പ് എന്ന് മനസ്സിലാക്കിയ അനിയത്തി ചേച്ചി ആദ്യമായി ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ അത് എന്തിനാണ് അമ്മ മുടക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജ്യോതി കാരണമാണ് എല്ലാ ആലോചനകളും മുടങ്ങുന്നതെന്നും ഒരു കുട്ടിയുള്ള ആളെ വിവാഹം കഴിച്ച ജ്യോതിയുടെ സാമീപ്യം അനിയത്തിയുടെ വിവാഹത്തെ ബാധിക്കുമെന്നും അമ്മ പരുഷമായി പറയുന്നു. ഇത് കേൾക്കുന്ന ജ്യോതി ആകെ തകർന്നു പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഓണറെയാണ്. അദ്ദേഹം തന്റെ ബിസിനസ് പങ്കാളികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശയും ഓണറുടെ ഭാര്യയും അവിടേക്ക് വരുന്നത്. ഓണർക്ക് ഒന്നിലധികം ബിസിനസ്സുകൾ ഉണ്ടെന്നറിഞ്ഞ ആശയ്ക്ക് വലിയ അത്ഭുതമാവുന്നു. മുംബൈ പോലുള്ള നഗരങ്ങളിൽ കുടുംബം പുലർത്തണമെങ്കിൽ ഒന്നിലധികം ജോലികൾ അത്യാവശ്യമാണെന്ന് ഓണർ അവളോട് വിശദീകരിക്കുന്നു. അവിടെയുള്ള എല്ലാവർക്കും ഓണറെ നന്നായി അറിയാമെന്ന് മനസ്സിലാക്കിയ ആശ തനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറയുകയും അവർ അവിടുന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ഈ സമയത്താണ് സച്ചിൻ ആശയുടെയും അശോകിന്റെയും മുറിയിലേക്ക് പതുങ്ങി ചെല്ലുന്നത്. അവർ അവിടെ ഇല്ലാത്ത സമയം നോക്കി ആശയുണ്ടാക്കി വെച്ചിരിക്കുന്ന രുചികരമായ ഭക്ഷണം കഴിക്കാനാണ് സച്ചിന്റെ പരിപാടി. തന്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ സ്വാദുള്ള ഭക്ഷണമാണ് ആശയുണ്ടാക്കുന്നതെന്ന് പുകഴ്ത്തിക്കൊണ്ട് സച്ചിൻ ആരും കാണാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അശോക് അവിടേക്ക് വരികയും സച്ചിനെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു. ഇത് നിന്റെ മുറിയല്ലെന്നും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകണമെന്നും അശോക് ദേഷ്യപ്പെടുന്നു. ആശ എവിടെ പോയി എന്ന് സച്ചിനോട് ചോദിക്കുമ്പോൾ അവർ ഓണറുടെ ഭാര്യയുടെ കൂടെ എങ്ങോട്ടോ പോയി എന്നാണ് സച്ചിൻ മറുപടി നൽകുന്നത്. അവർ എങ്ങോട്ടായിരിക്കും പോയതെന്ന് അശോക് ചിന്തിച്ചു നിൽക്കുന്നു. അതേസമയം ആശയും ഓണറും എത്തിയത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു മാർക്കറ്റിലാണ്. ഓണർക്ക് അറിയാവുന്ന ഒരാളുടെ കടയിൽ നിന്നാണ് അവർ സാധനങ്ങൾ നോക്കുന്നത്. ഹോട്ടലിന് ആവശ്യമായ പാത്രങ്ങൾ, മിക്സി, ഫ്രിഡ്ജ് തുടങ്ങിയവയെല്ലാം അവർ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇവയ്ക്കെല്ലാം നൽകാൻ ഇപ്പോൾ തന്റെ കയ്യിൽ പണമില്ലെന്ന് ആശ തുറന്നു പറയുന്നു. പണം എങ്ങനെ നൽകുമെന്ന് വ്യാപാരി ചോദിക്കുമ്പോൾ ആശ ഒരു പുതിയ ബുദ്ധി ഉപദേശിക്കുന്നു. ഈ EMI അടിസ്ഥാനത്തിൽ പണം തവണകളായി നൽകാമെന്നും ഇത് അയാൾക്ക് നഷ്ടമുണ്ടാക്കില്ലെന്നും ആശ വ്യക്തമാക്കുന്നു. കുറെ ദിവസങ്ങളായി കച്ചവടമില്ലാതെ ഇരുന്ന ആ വ്യാപാരിക്ക് ആശയുടെ സത്യസന്ധത ഇഷ്ടപ്പെടുകയും സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുവാദം നൽകുകയും ചെയ്യുന്നു. പണം പിന്നീട് നൽകിയാൽ മതിയെന്ന് അയാൾ സമ്മതിക്കുന്നതോടെ ആശ അതീവ സന്തോഷവതിയാകുന്നു. തിരികെ വീട്ടിൽ അശോക് ആശയെയും കാത്തുനിൽക്കുകയാണ്. ആ സമയത്താണ് സച്ചിൻ അവിടേക്ക് വരുന്നത്. നിങ്ങൾ വലിയ ഹോട്ടൽ തുടങ്ങാൻ പോകുകയാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ ദാ നിങ്ങളുടെ ഭാര്യ കുറെ ആക്രി സാധനങ്ങളുമായി വരുന്നുണ്ടല്ലോ എന്ന് സച്ചിൻ പരിഹസിക്കുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോയ അശോക് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു വണ്ടി നിറയെ സാധനങ്ങളുമായി ആശയും ഓണറും വരുന്നത് കാണുന്നു. സച്ചിൻ അവിടെയുള്ളവരെയെല്ലാം കൂട്ടി അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആശ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇതെല്ലാം പഴയ സാധനങ്ങളാണോ എന്ന് അശോക് സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇതിന്റെ കേടുപാടുകൾ തീർക്കാൻ ഓണർക്കറിയാമെന്നും മെക്കാനിക്കൽ ജോലികളിൽ അദ്ദേഹം മിടുക്കനാണെന്നും ആശ മറുപടി നൽകുന്നു. തങ്ങളെ സഹായിക്കുന്ന ഓണർക്ക് ആശ നന്ദി പറയുമ്പോൾ നീ എന്റെ അനിയത്തിയെപ്പോലെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സോജ ഭരതിനെ കാത്തിരിക്കുകയാണ്. ഇത്ര നേരമായിട്ടും അവൻ വിളിക്കുകയോ വരികയോ ചെയ്യാത്തതിൽ അവൾക്ക് വിഷമമുണ്ട്. എന്നാൽ ഭരത് വന്ന ഉടനെ തന്നെ മീറ്റിംഗിലായിരുന്നതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുന്നു. ഇന്ന് രാത്രി നമുക്കൊരു ഡിന്നറിന് പോകാം എന്ന് ഭരത് പറയുമ്പോൾ സോജയ്ക്ക് വലിയ സന്തോഷമാകുന്നു. ഭരത് ഇപ്പോൾ തന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും അവളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ രാത്രി ആശയും അശോകും തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നു. നല്ലവണ്ണം അധ്വാനിച്ചതിനാൽ ഇന്ന് സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന് ആശ പറയുന്നു. ഇത്രയും വലിയൊരു കാര്യം എങ്ങനെ സാധിച്ചെടുത്തുവെന്ന് അശോക് ചോദിക്കുമ്പോൾ തവണകളായി പണം നൽകിയാൽ മതിയെന്ന കരാറിനെക്കുറിച്ച് ആശ വിശദീകരിക്കുന്നു. ആശയുടെ ബുദ്ധിശക്തിയെ അശോക് പുകഴ്ത്തുകയും അവളിലെ പോസിറ്റീവ് എനർജി തനിക്ക് വലിയ ആശ്വാസമാണെന്ന് പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ഓണർ ആ പഴയ സാധനങ്ങളെല്ലാം റിപ്പയർ ചെയ്ത് പുത്തൻ പരുവത്തിലാക്കി മാറ്റുന്നു. ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങുകയാണ് അടുത്ത കടമ്പയെന്ന് അശോക് ഓർമ്മിപ്പിക്കുന്നു. അതിന് എന്ത് ചെയ്യുമെന്ന് ആശയ്ക്ക് അപ്പോൾ രൂപമില്ലായിരുന്നു. പെട്ടെന്ന് അശോകിന് ഒരു ഇന്റർവ്യൂ കോൾ വരികയും അവൻ അങ്ങോട്ട് തിരിക്കുകയും ചെയ്യുന്നു. ആശയും ഓണറും മാത്രം അവിടെ അവശേഷിക്കുന്നു. കഥയുടെ മറ്റൊരു വഴിത്തിരിവിൽ നിരഞ്ജനയെയാണ് കാണിക്കുന്നത്. അശോകനെ കണ്ടെത്താൻ
അവൾ ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അയാൾ അശോകനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നിരഞ്ജനയ്ക്ക് നൽകുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ഭരത് ആകെ അസ്വസ്ഥനാകുന്നുണ്ട്. അശോകനെ എത്രയും പെട്ടെന്ന് തിരികെ വേണമെന്നാണ് നിരഞ്ജന പറയുന്നത്. എന്നാൽ ഭരത് സോജയോട് പറയുന്നത് അശോകനെ അത്ര പെട്ടെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയില്ലെന്നും അതിന് താൻ ഒരു വഴി കാണുമെന്നുമാണ്. അവസാന രംഗങ്ങളിൽ ഹോട്ടലിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ആശ. ഓണറുടെ ഭാര്യ അവിടേക്ക് വരികയും ഓണർ ചെയ്ത സഹായങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടി കളിക്കുന്നതിനിടയിൽ ബോൾ തട്ടി അലമാരയുടെ മുകളിലിരുന്ന ബാഗ് താഴെ വീഴുന്നു. അതിനുള്ളിൽ നിന്നും അജു കൊടുത്ത ആ സ്വർണ്ണ നാണയം പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അശോക് ഈ സ്വർണ്ണ നാണയം എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നതാണെങ്കിലും നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഇത് ദൈവത്തിന്റെ ഒരു സൂചനയാണെന്ന് ആശ വിചാരിക്കുന്നു. തന്റെ അശോകേട്ടൻ പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിലും മറ്റു വഴികൾ ഇല്ലാത്തതിനാൽ ആ നാണയം ഉപയോഗിക്കാൻ ആശ തീരുമാനിക്കുന്നു. ഓണറോട് അവിടേക്ക് വരാൻ പറയാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വളരെ ആകാംക്ഷഭരിതമായിരുന്നു അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം 100 ലൈക്കുകളാണ്. അതോടൊപ്പം ഈ സീരിയലിനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ കമന്റ് ബോക്സിൽ ഒരു ചുവന്ന ഹൃദയം റെഡ് ഹാർട്ട് നൽകാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് അടുത്ത വീഡിയോകൾ വേഗത്തിൽ ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. നമ്മുടെ ഈ എപ്പിസോഡ് വീഡിയോകൾ എല്ലാം കാണാനായി അശ്ലോക് യൂണിവേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ആശ ആ സ്വർണ്ണ നാണയം വിൽക്കുമോ? അശോക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? നിരഞ്ജനയുടെ ഡിറ്റക്റ്റീവ് അശോകനെ കണ്ടെത്തുമോ? ഭരത് ഇനി എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക? ഇതിനെല്ലാം ഉത്തരവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.